ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രിയദർശിനി ബസ് സർവീസ് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ മറ്റൊരു വിഭാഗമുണ്ടല്ലോ, സ്വകാര്യ ബസ് ഉടമകൾ. ഇവരെ എങ്ങനെ ഇവരുടെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? കാരണം ഇപ്പോൾ വരുന്ന റീലുകൾ അല്ലെങ്കിൽ വീഡിയോസ് എന്ന് പറയുന്നത് സ്വകാര്യ ബസ്സുകളിൽ ആളില്ല, പലരും ഈച്ചയാട്ടിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ. അച്ചപ്പം വിൽക്കുന്നു, കുഴലപ്പം വിൽക്കുന്നു, ഇതൊക്കെയാണ് അവസ്ഥ. ഇന്നലെ കട്ടപ്പനയില് ഒരു സ്വകാര്യ ബസിന്റെ ആ സമയത്ത് പ്രിയദർശിനി സർവീസ് ഓടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ അതിന്റെ ഉടമ, സ്വകാര്യ ബസിന്റെ ഉടമ, ഈ KSRTC ബസിന്റെ അടിയിലേക്ക് കിടന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. നമുക്ക് ഇവരെയും ഉൾക്കൊള്ളണമല്ലോ. സ്വകാര്യ ബസും എന്ന് പറയുന്ന ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജീവനക്കാരല്ലേ ഉള്ളത്? അല്ല, തീർച്ചയായിട്ടും ഈ പ്രിയദർശിനി എന്ന പേരിൽ സർക്കാർ അല്ലെങ്കിൽ UDF പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി വളരെ പെട്ടെന്ന് തന്നെ അവർ നടപ്പാക്കി. അത് ഓർഡിനറി ബസ്സുകളിലാണ് നടപ്പാക്കിയത്. അതിനെതിരെ വന്ന രാഷ്ട്രീയ പ്രതിഷേധങ്ങളൊക്കെ അപഹാസ്യമായിരുന്നു പലതും. കാരണം ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ നടത്തിയ ഒരു സമരം മെയ് 15-ാം തീയതി ഒരു ടീം നടത്തി. അത് കഴിഞ്ഞു. ഇത് വന്നു കഴിഞ്ഞപ്പോൾ CPM അടക്കമുള്ള ആളുകൾ പറഞ്ഞ് വളരെ അപഹാസ്യമായ ചില പ്രചരണങ്ങൾ. ഒന്ന്, ഇത് ഓർഡിനറിക്ക് മാത്രമേ ഉള്ളൂ, ചിലതൊക്കെ ഓർഡിനറി ഫാസ്റ്റാക്കി, അങ്ങനെയൊക്കെയുള്ള പരാതികൾ. യഥാർത്ഥത്തിൽ ഒരു ഗവൺമെന്റ് വന്ന് ഒരു മാസത്തിനകം നടത്തുന്ന ഒരു 5 കൊല്ലത്തെ ഒരു കാര്യമാണല്ലോ ഒരു പ്രകടന പത്രിക. അത് ആദ്യത്തെ മാസം ഇത് നടപ്പാക്കി എന്നത് ശരിയായൊരു കാര്യമാണ് എന്നുള്ളത് ഒരു തർക്കമില്ല. ബാക്കിയുള്ളത് അടുത്ത തവണ വരുമോ എന്നുള്ളത് പറയും. മൂന്നാമത്തെ ആരോപണം വന്നത് KSRTCയെ തകർക്കാനാണിത് എന്ന് വന്ന ആരോപണം ശരിക്കും അർത്ഥമില്ല. കാരണം വെച്ചാൽ 160 കോടി രൂപ വീതം പ്രതിമാസം KSRTCക്ക് ശമ്പളവും പെൻഷനുമായി സർക്കാർ കൊടുക്കുന്നുണ്ട്. KSRTC ശരിക്കും ശമ്പളം കൊടുക്കണമെങ്കിൽ സർക്കാർ പൈസ കൊടുക്കണം, ശമ്പളവും പെൻഷനും കൊടുക്കാൻ. അത് അവിടുത്തെ ഞാൻ കൊടുക്കണം, ഞാൻ വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ അതിന്റെ കൂടെ ഒരു 30 കോടി രൂപ കൂടി കൊടുത്താൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്കൊക്കെ യാത്രയ്ക്ക് സൗകര്യമുണ്ട്. ഒരുപാട് പേര് നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ പരാതി പറയുന്നത് ബസ്സിൽ തിരക്ക് കൂടുന്നു എന്ന് പറഞ്ഞ ഒരു CITU നേതാവ് പരാതി പറഞ്ഞു. ബസ്സിൽ സ്ത്രീകൾ കൂടുതൽ കയറുന്നു എന്നുള്ളത് ഈ പദ്ധതിയുടെ സ്വീകാര്യതയാണ് പറയുന്നത്. ഞാൻ കണക്കാക്കുന്നത് ഇടതുപക്ഷത്തുള്ള സ്ത്രീ പ്രവർത്തകർ പോലും അതിശക്തമായി ഇതിനെ പിന്താങ്ങി എന്നുള്ളതാണ്. കാരണം ഇത് വെറും സൗജന്യം മാത്രമല്ല, ഇതൊരു മൊബിലിറ്റി കൂട്ടലാണ്. ആ അർത്ഥത്തിൽ വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. അതിനെതിരെ വന്ന വിമർശനങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഒരു വിമർശനത്തിനും പ്രസക്തിയില്ല. പക്ഷെ യഥാർത്ഥ പ്രസക്തിയുള്ള ഒരു വിമർശനം വന്നത് സ്വകാര്യ ബസ് ഉടമകളുടെ ഭാഗത്തു നിന്നാണ്. അത് വളരെ ഗൗരവമുള്ളതുമാണ്. അതാണ് ഇപ്പൊ നേരത്തെ ചോദിച്ചത്. അത് വളരെ ഗൗരവമുള്ള ഒരു വിമർശനമാണ്. കാരണം കേരളത്തിൽ സ്വകാര്യ ബസ്സുകൾ ഏതാണ്ട് 65-70% സ്വകാര്യ ബസ്സുകളാണ്, 30% ഉള്ളൂ. അത് വന്നൊരു പരാതി മലപ്പുറത്ത് KSRTC ഇല്ല, അവിടെ KSRTC ഇല്ല, ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞുള്ള പരാതിയാണ്. അതിന് അർത്ഥമുണ്ട്. അത് ജനങ്ങൾക്ക് അവിടെ കിട്ടുന്നില്ല, KSRTC വേണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ പ്രൈവറ്റ് ബസ്സുകാരുടെ പ്രശ്നം വളരെ ഗുരുതരമാണ്. കാരണം അവർ കോവിഡിന് ശേഷം നമ്മുടെ പ്രൈവറ്റ് ബസ് സംവിധാനം വലിയ പ്രശ്നത്തിലാണ്. കോവിഡ് കാലത്തൊക്കെ അടച്ചിടുകയും ലോൺ കൊടുക്കേണ്ടി വരികയും CC അടയ്ക്കേണ്ടി വരികയൊക്കെ ചെയ്ത് നമുക്കറിയാലോ. വണ്ടി ഓടാതിരുന്നാൽ എങ്ങനെ CC അടയ്ക്കുന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഒരു സൗജന്യവും കാര്യമായിട്ട് കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇവരുടെ പ്രശ്നം വന്നത്. അവര് കേരളത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. നമ്മൾ സ്വകാര്യ ബസ് എന്ന് പറയുമ്പോൾ പോലും അത് പബ്ലിക് ട്രാൻസ്പോർട്ട്, പൊതുഗതാഗതമാണ്. ഇപ്പൊ പ്രിയദർശിനി പൊതുഗതാഗതത്തിലേക്ക് കൂടുതൽ സ്ത്രീകളെയും ആളുകളെയും കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ സ്വീകാര്യമായ ഒരു കാര്യവുമാണ്. ഇപ്പൊ പല രാജ്യങ്ങളിലും പൊതുഗതാഗതം മാത്രമേ ഉള്ളൂ, സ്വകാര്യ ഗതാഗതം സാധ്യമാവില്ല. സിംഗപ്പൂരൊക്കെ നിങ്ങൾ പോയി കാറ് വാങ്ങിച്ചാൽ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഇല്ലാണ്ടാവും. കാരണം അവിടെ വലിയ കൂടുതൽ ടാക്സ് ആണ് കാറിന്. നേരെ മറിച്ച് പൊതുഗതാഗതം ഉണ്ട്. കേരളത്തിൽ പൊതുഗതാഗതം പൊതുവെ നല്ലതാണ്. അതിൽ ഈ പ്രൈവറ്റ് ബസ്സിന്റെ സ്ഥാനം എനിക്ക് തോന്നുന്നു മന്ത്രി തന്നെ ആദ്യം ഈ വിഷയം അവർ ഉന്നയിക്കുകയും ചെയ്യും. അവരുടെ ഒരു ടാക്സ് പകുതിയാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, വാർഷിക ടാക്സ്. അതുകൊണ്ട് മതിയാവില്ല, തീർച്ചയായിട്ടും മതിയാവില്ല. വേറെ എന്തെങ്കിലുമൊക്കെ വഴി കാണേണ്ടി വരും. അപ്പൊ അവര് ഈ പറഞ്ഞതുപോലെ അവരോട് വേറെ പൈസ ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ടാണ് അവര് അച്ചപ്പം കൊള്ളപ്പൊക്കെ വിൽക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ പ്രതീകാത്മകമായ സമരമാണ്. അതുകൊണ്ട് മാത്രം ഒന്നും നടക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഇനി അതിനുള്ള പരിഹാരം? തീർച്ചയായും അവരുടെ യോഗം വിളിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നോ നാളെയൊക്കെ യോഗം വിളിച്ചിട്ടുണ്ട്. ഗതാഗത മന്ത്രി നല്ല വിവരമുള്ള ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പഴയ സുഹൃത്താണ്, നല്ല സെൻസിബിൾ ആയ ഒരാളാണ്. അതായത് വെറുതെ വാചകടിക്കുന്ന ഒരാളല്ല ജോൺ. അതുകൊണ്ട് അദ്ദേഹം അതിനൊരു പരിഹാരം എന്തെങ്കിലും തേടാതിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പലതരം പരിഹാരങ്ങൾ ഉണ്ടാവാം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇവർക്ക് ഒരു പ്രത്യേക അളവ് ഡീസൽ ടാക്സ് കുറച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ പ്രൈവറ്റ് ഒരു ബസ്സിന് നിങ്ങൾക്ക് ഇത്ര ലിറ്റർ ഡീസൽ വീതം ഒരു ദിവസം ടാക്സ് കുറച്ച് കൊടുക്കും. ഡീസലിന്റെ വില കുറയ്ക്കാം.
തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതൊരു കാര്യം. അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവരുടെ വരുമാനത്തിൽ വലിയ വ്യത്യാസം. കാരണം ഡീസൽ അവരുടെ പ്രധാന ചെലവാണല്ലോ, കൂലി അടക്കമുള്ള ചെലവ്. അപ്പൊ അത്തരം ചില കാര്യങ്ങൾ സർക്കാരിന് ചെയ്യേണ്ടി വരും. സർക്കാർ പൈസ കൊടുത്താലും കുഴപ്പമില്ല, കാരണം ഈ വണ്ടി ഓടണമല്ലോ. പ്രൈവറ്റ് വണ്ടി ഓടിയില്ലെങ്കിൽ പല പ്രദേശത്തും ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സംവിധാനങ്ങൾ വേണം. പക്ഷെ അതൊന്നും സ്ത്രീകൾക്ക് യാത്രാ സൗകര്യം നൽകുന്ന പ്രിയദർശിനി പദ്ധതിയുടെ എതിരായ വാദങ്ങളാവാൻ പാടില്ല. ഞാൻ പറഞ്ഞ ഒരു ശരിയായ കാര്യം ചെയ്യുമ്പോൾ അതിന്റെ തടസ്സങ്ങൾ നീക്കാം എന്നല്ലാതെ ആ കാര്യം ചെയ്തതിനെ കളിയാക്കുകയോ അതല്ല എന്ന് പറയുകയോ ചെയ്യുന്നത് ശരിയായ ഒരു കാര്യമില്ല. കാരണം സർക്കാരിന്റെ റൈറ്റാണത്. ഇത് കേരളത്തിൽ മാത്രമല്ലല്ലോ. ആദ്യം ചെയ്തത് ആം ആദ്മി പാർട്ടി സർക്കാർ ഡൽഹിയിലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അത് കഴിഞ്ഞ് ഹൈദരാബാദിൽ കൊടുത്തു, പിന്നെ തമിഴ്നാട്ടിൽ കൊടുത്തു, ഇപ്പൊ കർണാടകയിൽ കൊടുക്കുന്നു. കർണാടകയിൽ കുട്ടികൾക്ക് വരെ ഫ്രീ ആക്കി, വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയാക്കി. എന്ന് പറഞ്ഞാൽ ഇവിടെ വിദ്യാർത്ഥിനികൾക്കല്ലേ ഉള്ളൂ, തമിഴ്നാട്ടിൽ കർണാടകയിൽ വിദ്യാർത്ഥികൾക്കും ഉണ്ട്, ആൺകുട്ടികൾക്കും ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവർ കൺസെഷൻ അല്ല, ഫ്രീ ആണ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇവിടെ എങ്ങനെ ചെയ്യാൻ കഴിയും? അത് ഏത് തരത്തിൽ പോകാൻ കഴിയും? ഇപ്പൊ ഇനി 2-3 വേറൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത് ഈ വണ്ടികൾ സർക്കാർ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അത് എത്രത്തോളം സ്വാഭാവികമായി നടക്കില്ല. ഡൽഹിയിൽ അത് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞാലും പ്രൈവറ്റ് ബസ്സിന്റെ ടിക്കറ്റ് KSRTC ടിക്കറ്റ്, അവരുടെ DTCന്റെ ടിക്കറ്റാണ്. അവിടുത്തെ ജീവനക്കാർക്ക് കൊടുക്കും, നിങ്ങൾക്ക് ഇത്ര രൂപ നിങ്ങൾ സർക്കാരിലേക്ക് അടയ്ക്കണം നിങ്ങൾ വരുമാനത്തിൽ നിന്ന്. അപ്പൊ അവരാളെ കയറ്റി അവർ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അവർക്ക് ടിക്കറ്റ് വിറ്റ് ഇത്ര വരുമാനം ഉണ്ടാവും, അതിന് ഇത്ര കൊടുക്കണം, ബസ്സിന്റെ വാടക എന്ന അർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ട്. ഡൽഹിയിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡീസലിന്റെ വില കുറച്ച് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. വേറെ ഏതെങ്കിലും തരത്തിലുള്ള ടാക്സേഷനോ മറ്റ് സൗജന്യങ്ങളോ അവർക്ക് ചെയ്തു കൊടുക്കണം. ഇതിനിടയിൽ ഒരു കാര്യം കേട്ടത്, സ്വകാര്യ ബസ്സിലെ ടിക്കറ്റ് ചാർജ് കൂട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. അത് സത്യത്തിൽ പല തവണകളായിട്ട് പല സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും പെട്രോൾ ഡീസൽ വില വർധന വരുമ്പോൾ ഇവർ കൂട്ടുന്നുണ്ട്. ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് കൂടി ഒന്ന് ചോദിക്കുകയാണ്, പെട്രോൾ ഡീസൽ വില കുറയുമ്പോൾ ഈ ടിക്കറ്റ് ചാർജ് കുറയ്ക്കുന്നില്ല. അത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അപേക്ഷിച്ച് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു പോക്കുവരവ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു 35 രൂപയുടെ യാത്ര ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് മാത്രം ചെയ്യുന്ന ഒരാൾക്ക് വലിയൊരു എമൗണ്ട് ഒരു മാസം വരുന്നുണ്ട്. ആ സാഹചര്യത്തിലേക്ക് ഒരു സ്ത്രീക്ക് പ്രിയദർശിനി സർവീസ് വരുമ്പോൾ അത് ഉപകാരപ്പെടുകയും ചെയ്യില്ലേ? തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറഞ്ഞത് ബസ് ചാർജ് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഒരു പരിധിവരെ പ്രൈവറ്റ് ബസ്സുകൾക്ക് നമ്മുടെ നാട്ടിൽ ബസ് ചാർജ് എത്ര പ്രാവശ്യം കൂട്ടി, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് എത്രയോ പ്രാവശ്യം കൂട്ടി. പെട്രോൾ ചാർജ് കൂട്ടി, മറ്റേത് സ്പെയർ പാർട്ടിന് പൈസ കൂട്ടി, കൂലി കൂട്ടി, മൊത്തം വില നിലവാരം കൂടി എന്നൊക്കെ പറഞ്ഞ് കൂട്ടാറുണ്ട്. അത് അതിനൊരു കമ്മീഷനെ വെക്കും, ആ കമ്മീഷൻ അവസാനം കൂട്ടും. അത് പിന്നെ തർക്കങ്ങൾ ഉണ്ടാവും, എന്നാലും പിന്നെ അത് കൂട്ടും. അത് സ്വാഭാവികമാണ്. ഈ പറഞ്ഞതുപോലെ പെട്രോൾ ഡീസൽ വില കുറഞ്ഞുകൊണ്ട് മാത്രം ബസ് ചാർജ് കുറയ്ക്കാനും പറ്റില്ല. കാരണം മറ്റു സാധനങ്ങളൊക്കെ വില കൂടിയിട്ടുണ്ടെങ്കിൽ കുറയ്ക്കാനും പറ്റിക്കൊള്ളുന്നില്ല. ഞാൻ പറയുന്നത് ബസ് ചാർജ് കൂട്ടുന്നതിന് ഞാൻ എതിർക്കുന്ന ഒരാളല്ല. എങ്ങനെയാണെങ്കിൽ അത് ആ വ്യവസായത്തെ നിലനിർത്താൻ വേണ്ടിയുള്ളതാണെങ്കിൽ KSRTC രക്ഷിക്കാനാവരുത്. KSRTC രക്ഷിക്കാൻ അതുകൊണ്ടൊന്നും നടക്കൂല. എത്ര ബസ് ചാർജ് കൂട്ടിയാലും KSRTC അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പോണില്ല. കാരണം അവരുടെ പഴയ കടങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതിന് വേറെ പുതിയ മെത്തഡോളജി വലുതും വേണം. നേരെ മറിച്ച് സ്വകാര്യ ബസ്സുകളെ നിലനിർത്താൻ വേണ്ടിയാണ് പലപ്പോഴും ബസ് ചാർജ്, മിനിമം ചാർജ് കൂട്ടിയിട്ടുള്ളത്. അവരുടെ ഒരു പ്രധാന പ്രശ്നം ഈ പറഞ്ഞതുപോലെ കൺസെഷനാണ്, കുട്ടികളുടെ കൺസെഷനുമായി ബന്ധപ്പെട്ട്. അത് വളരെ തീപാറുന്നൊരു വിഷയമാണ് കൺസെഷൻ ചാർജ്. ഇപ്പോൾ ഏതോ എനിക്ക് തോന്നുന്നു വയനാട്ടിൽ അവര് മിനിമം ചാർജ് 1 രൂപ എന്നോ 2 രൂപ എന്നുള്ളത് 5 രൂപയ്ക്ക് വേണ്ടെന്ന് തീരുമാനിച്ചു, വിദ്യാർത്ഥികളുടെ ചാർജ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കൂടും, വിദ്യാർത്ഥികൾക്ക് കൂടില്ല. അങ്ങനെയുള്ള പ്രശ്നമുണ്ട് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോൾ കാര്യം. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ കൺസെഷന്റെ പ്രശ്നമുണ്ട്. ഈ ബസ് ചാർജ് കുറയ്ക്കുക എന്നുള്ളത് ഒരു കാലത്ത് നടന്നിട്ടുള്ള കാര്യമല്ല. നമ്മുടെ നാട്ടിൽ ബസ് ചാർജ് കുറയ്ക്കുക എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മേൽ അത് വലിയൊരു ഭാരം ഉണ്ടാക്കാം, ഒരു സംശയമില്ല. ബാക്കിയുള്ളവരുടെ മേൽ ഇപ്പോൾ വീട്ടിലൊരാണും പെണ്ണും ഉണ്ടെങ്കിൽ ആണിന് കാശ് കൂട്ടും, പെണ്ണിന് കാശ് കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ അവരത് കോമ്പൻസേറ്റ് ചെയ്ത് പോകും. പക്ഷെ അങ്ങനെയല്ല, ആണ് മാത്രം പോകണമെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്ത് പോവില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് അതിന് 2 കാര്യമുണ്ട്. ഒന്നുകിൽ KSRTC എണ്ണം കൂട്ടുക, KSRTC ബസ്സുകൾ, അത് പെട്ടെന്ന് നടക്കാവുന്ന ഒരു കാര്യമല്ല. ഇപ്പോഴുള്ള 3000 അല്ലെങ്കിൽ 4000 ബസ്സിൽ നിന്ന് അത് 8000 9000 ആക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അതിനുവേണ്ടി ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. ഇപ്പോൾ കുറെ ബസ്സുകൾ വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ മറ്റേ കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് ജോണിന്റെ പത്രസമ്മേളനം വരുന്നത്. ഇപ്പൊ കാരണം ഇപ്പോൾ KSRTC ബസ് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് KSRTC ബസ് വിടണമെന്ന് അവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെട്ടോടി, സ്ത്രീകൾ ആവശ്യപ്പെട്ടോടി. ഞങ്ങളുടെ നാട്ടിൽ ബസ്സില്ല, ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമില്ല. അപ്പൊ തീർച്ചയായിട്ടും അത് വേണം. പക്ഷെ അതൊക്കെ പറയുമ്പോഴും സ്വകാര്യ ബസ് എന്ന് പറയുന്ന സംവിധാനത്തെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അത് സർക്കാർ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് അവരുമായൊരു സമന്വയത്തിലേ പോകാൻ കഴിയും.
കാരണം ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ സ്വകാര്യ ബസ് മാത്രമേ ഉള്ളൂ. ഇതങ്ങ് മുടക്കി കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളൊക്കെ വട്ടത്തിലാവും. ഇപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെ ചില റൂട്ടുകളിലാണ് ഉള്ളത്. ആ റൂട്ടുകൾ കണ്ടെത്തി അതും അറിയാനും. ഇപ്പോൾ ചില റൂട്ടുകൾ KSRTC ഇല്ലല്ലോ. ഉള്ള റൂട്ടുകളിൽ ഇത് വളരെ പ്രധാനം. ഇപ്പൊ ഞാൻ എന്നോട് ഒരാൾ പറഞ്ഞു കോഴിക്കോട് പാലക്കാട് KSRTC ഉണ്ടെങ്കിൽ അതിൽ മാത്രമേ ആൾ കയറുള്ളൂ. അതിലാണ് ഇതുണ്ടായത്. അപ്പൊ ഈ അവിടെ ഒരു സമരവും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും പരിഹാരം കാണേണ്ട ഒരു വിഷയമാണ്. പക്ഷെ അത് പ്രിയദർശിനി പരിപാടി നിർത്തിക്കൊണ്ടല്ല, അതിനെ അപമാനിച്ചുകൊണ്ടും അല്ല ഉണ്ടാവുന്നത്.